മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 27:1 നമുക്ക് ധ്യാന വിഷയമാക്കാം. നാളെയെ ചൊല്ലി അഹങ്കരിക്കേണ്ട, ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാമെന്ന് നീ അറിയുന്നില്ല. 2 തലയുള്ള ഒരു കടുവ കാട്ടിലുണ്ടായിരുന്നു. മൃഗങ്ങളെല്ലാം ആ കടുവയെ കാണാനെത്തി. 2 തലയ്ക്ക് ഒരൊറ്റ ഉടൽ മാത്രം. അവൻ പ്രായപൂർത്തിയായപ്പോൾ മൃഗങ്ങൾ അവനെ രാജാവായി വാഴിച്ചു. മഹാ അഹങ്കാരിയായി തീർന്ന ആ കടുവ കാടടക്കി ഭരിച്ചു. ചെറുജീവികളെല്ലാം ഭയന്ന് വിറച്ചു കഴിഞ്ഞു. ഒരിക്കൽ ഈ വിചിത്ര കടുവ കാട്ടിൽ വേട്ടയാടുമ്പോൾ ഒരു വലിയ മാനിനെ കിട്ടി. സ്വാദിഷ്ടമായ മാംസം കടുവയുടെ ഒരു തല തന്നെ ശാപ്പിട്ടു. അത് കണ്ടപ്പോൾ 2ാമത്തെ തല വിഷാദത്തോടെ പറഞ്ഞു, എങ്കിലും നീ അതിന്റെ ഒരംശം പോലും എനിക്ക് തന്നില്ലല്ലോ. ആദ്യത്തെ തല പറഞ്ഞു, വിഡ്ഢി, ഞാൻ തിന്നാലും നീ തിന്നാലും അത് നമ്മുടെ ഉദരത്തിലേക്കല്ലേ പോകുന്നത്. പിറ്റേന്നൊരു വിഷവസ്തു കാട്ടിൽ കിടക്കുന്നത് 2ാമത്തെ തല കണ്ടു. ഞാനിത് തിന്നാൻ പോവുകയാണ്, കാരണം ഇന്നലെ നീ എന്നെ മറ്റു മൃഗങ്ങൾക്ക് മുമ്പിൽ നാണം കെടുത്തി. ഞാനിതിനെ പകരം വീട്ടും. അയ്യോ അരുതേ, നമ്മുടെ ഉദരം ഒന്നാണ് സഹോദരാ, ആദ്യ തല പറഞ്ഞു. അത് പറഞ്ഞു തീരും മുമ്പേ 2ാമത്തെ ശിരസ് ആ വിഷവസ്തു തിന്നു കഴിഞ്ഞിരുന്നു. അഹങ്കാരിയായ ആ കടുവ ഉറക്കെ അലറിക്കൊണ്ട് നിലത്തു വീണ് പിടഞ്ഞ് മരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസ പറയുന്നുണ്ട്, അഹങ്കാരമുള്ളതുകൊണ്ടാണ് പലർക്കും ദൈവത്തെ കാണാൻ കഴിയാത്തത്. ദൈവത്തിന്റെ കൊട്ടാരമുറ്റത്തേക്കുള്ള പടിയിൽ അഹങ്കാരമാകുന്ന മരക്കുറ്റി കിടക്കുന്നു. ആ മരക്കുറ്റി ചാടിക്കയറാതെ ദൈവത്തിന്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കുവാനാവുകയില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നാളത്തെ കാര്യം ദൈവത്തിനാണ് അറിയാവുന്നത്. ആ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവിശ്വ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.